إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ഏറെ ബഹുമാനമുള്ള ആദരണീയരായ വിശ്വാസിനികളായിട്ടിക്കരെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിച്ച് അതേ അവസ്ഥയിലായി മരിക്കണു വേണ്ടി ഓരോരുത്തരും നിരന്തരമായി പരിശ്രമിക്കണുണ്ടു. അതുകായി അല്ലാഹുവോട് പ്രാർത്ഥിക്കണുണ്ടു. എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി വസിയത്ത് ചെയ്യരെ, ഉപദേശിക്കരെ. റബ്ബ് സുബ്ഹാനഹു വ തആല അതുക്ക് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എല്ലാം ശഅബാൻ മാസത്തിലാണ്. ഈ ശഅബാൻ മാസം ഒരു പരിശുദ്ധമായിട്ടിക്കര പുണ്യമായ റമദാൻ മാസത്തെ വരവേൽക്കണുകോ, സ്വീകരിക്കണുകോ, അതിനെ സ്വാഗതം ചെയ്യണുകും എല്ലാം കൂടിയായിട്ടിക്കറ് ഈ മാസത്തിൽ നാം നമ്മുടെ സമയങ്ങളെ, നമ്മുടെ ഊർജങ്ങളെ, നമ്മുടെ ദിനരാത്രങ്ങളെ നാം ചെലവാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മാസം വളരെ പ്രിയപ്പെട്ടതായിരുന്നു. ഈ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ധാരാളം സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിച്ചിരുന്നു. അത് നാം നമ്മുടെ ജീവിതത്തിൽ ഈ മാസത്തിൽ നാം ധാരാളമായി നിർവഹിക്കണം. അത് റമദാനിനെ വരവേൽക്കുന്നതിൻ്റെ, സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗവും കൂടിയായി നാം മനസ്സിലാക്കണം. ഈ റമദാനിനുള്ള മുന്നൊരുക്കം
അത് എങ്ങനെയായിരിക്കണം, ഏതെല്ലാം രൂപത്തിലായിരിക്കണം എന്ന് ചില കർമ്മശാസ്ത്ര വിഷയങ്ങൾ, അതേപോലെ തന്നെ ചില ആളുമാർക്കുണ്ടാകുന്ന ചില സംശയങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് കുറച്ച് സംസാരങ്ങൾ ആ വിഷയത്തിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. റമദാനിനെ വരവേൽക്കുക എന്ന് ചൊല്ലുമ്പോൾ, റമദാനിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കുക എന്ന് ചൊല്ലുമ്പോൾ എന്തായിരിക്കണം? ഒന്നാമത്തേതായി നാം അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് കഴിഞ്ഞ റമദാൻ മാസത്തിൽ നഷ്ടപ്പെട്ടു പോയതായിട്ടിരിക്കുന്ന നോമ്പുണ്ടെങ്കിൽ അത് എത്രയും വേഗത്തിൽ നോറ്റ് വീട്ടണം. ഇതൊന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓരോ ആണും പെണ്ണും ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം. റമദാനിൽ ഖളാ ആയിപ്പോയ നോമ്പ് അത് പിന്നീട് വരുന്ന റമദാനുക്ക് മുമ്പ് അത് ഖളാ വീട്ടൽ വാജിബാണ്, നിർബന്ധമാണ്. കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ നോമ്പ് വരാനിരിക്കുന്ന റമദാനിന് മുമ്പ് ഖളാ വീട്ടൽ നിർബന്ധമാണ്. ഖളാ വീട്ടാതിരുന്നാൽ അവൻ തെറ്റുകാരായിത്തീരും. ഈ ഖളാ വീട്ടുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, നമുക്ക് എല്ലാ വർഷവും അള്ളാഹു ഹയാത്തുള്ളിടത്തോളം കാലം നമുക്കത് ബാധകമാകുന്ന ഒരു വിഷയമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് നോമ്പ് നോൽക്കൊണു കഴിയാതെ വരുമ്പോൾ, ചിലപ്പോൾ രോഗം കാരണമായി, കഠിനമായ രോഗം, വിദഗ്ധരായിട്ടിക്കര എക്സ്പേർട്ടായിട്ടിക്കര ഡോക്ടർമാരും നീ നോമ്പ് നോൽക്കരുത്, നോമ്പ് നോറ്റാൽ നിൻ്റെ രോഗം കൂടും എന്നൊക്കെ നിർദ്ദേശിച്ചാൽ അവിടെ നോമ്പ് ഒഴിവാക്കാം. അങ്ങനെ കഠിനമായ രോഗം, യാത്ര തുടങ്ങിയതിലൊക്കെ ഇസ്ലാം ഇളവ് നൽകുന്നുണ്ട്. അപ്പം അങ്ങനെ നോമ്പ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്ത്രീകൾക്ക് മെൻസസ് പോലോത്ത, നിഫാസ് പോലോത്ത ഡെലിവറിക്ക് ശേഷമുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് നിഫാസ് എന്ന് പറഞ്ഞാൽ, തുടങ്ങിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുമ്പോൾ നോമ്പ് ആ സമയത്ത് അവർക്ക് ഒഴിവാക്കേണ്ടതായിട്ടുമുണ്ട്. അതേപോലെ തന്നെ വേറെ ചില കാരണങ്ങൾ കൊണ്ടൊക്കെ നോമ്പ് അവർക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വന്നാൽ, മുലയൂട്ടുന്ന പെണ്ണുങ്ങൾ, ഗർഭിണികളായ പെണ്ണുങ്ങൾ, ഗർഭിണികളായ മുലയൂട്ടുന്ന പെണ്ണുങ്ങൾ, അവർക്കും നോമ്പ് ഒഴിവാക്കാൻ ഇസ്ലാം ഇളവ് നൽകുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ആ നോമ്പിനെ, ഖളാ ആയിപ്പോയ നോമ്പിനെ നോറ്റ് വീട്ടുന്ന വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. ഒന്നാമത്തത്, ആ ഖളാ ആയിപ്പോയ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ അത് നോറ്റ് വീട്ടണം. ഇത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. എത്ര കണ്ട് വേഗത്തിൽ നോമ്പ് നോറ്റ് വീട്ടാൻ സാധിക്കുന്നുവോ അത്ര വേഗത്തിൽ നോമ്പ് നോറ്റ് വീട്ടണം. കാരണം നോമ്പ് ഖളാ ആയിപ്പോയാൽ അതൊരു കടമാണ്. കടം, ആരോടുള്ള കടം? അള്ളാഹുവോടുള്ള കടമാണ്. നോമ്പ് ഖളാ ആയിപ്പോയാൽ അത് അള്ളാഹുവോടുള്ള കടമാണ്. ദൈനുല്ലാഹ് ഫദൈനുല്ലാഹി അഹഖ് അൻ യുഖ്ളാ, അള്ളാഹുവിൻ്റെ കടമാണ് വീട്ടൊണുകു ഏറ്റവും അർഹമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കഴിയുന്നത്ര വേഗം അള്ളാഹുവിനോടുള്ള കടം അത് നാം വീട്ടണം. നോമ്പ് എത്രയും വേഗത്തിൽ വീട്ടൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ്. ഇനി അടുത്ത റമദാൻ വരുന്നത് വരെ, അല്ലെങ്കിൽ ശഅബാൻ വരെ ഒരാൾക്ക് നോമ്പ് ഖളാ ആയിപ്പോയ നോമ്പ് നോറ്റ് വീട്ടുന്നതിനെ പിന്തിക്കുന്നത് തെറ്റല്ല, അത് ജായിസാണ്, തെറ്റായ കാര്യമല്ല. ഖളാ എത്രയും പെട്ടെന്ന് വീട്ടിൽ നല്ലതാണ്, ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇനി ഒരാൾ പിന്തിക്കുന്നുണ്ട്, റമദാൻ അടുത്ത റമദാൻ വരുന്നത് വരെ ശഅബാനിൽ നോൽക്കാമെന്ന് പറഞ്ഞ് പിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ജായിസാണ്, അത് അനുവദനീയമാണ്. എന്നാൽ റമദാനിൻ്റെ മുമ്പ് നോറ്റ് വീട്ടലോ അത് വാജിബുമാണ്, നിർബന്ധവുമാണ്, അത് പിന്തിക്കാനും പാടില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹായുടെ ഒരു ഹദീസിൽ
നമുക്ക് കാണാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യകൂനു അലയ്യ സൗമും മിൻ റമളാൻ ഫമാ അസ്തതിഉ അൻ അഖ്ലിയഹു ഇല്ലാ ഫീ ശഅബാൻ. എനിക്ക് റമളാനിലെ നോമ്പ് വീട്ടാനുണ്ടാകും, ഖളാ വീട്ടാനുണ്ടാകും. ആ റമളാനിലെ നോമ്പ് ശഅബാൻ മാസം ആയാലല്ലാതെ എനിക്ക് നോറ്റ് വീട്ടാൻ സാധിക്കുമായിരുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നക്ക് ഖളാ ആയിപ്പോയ നോമ്പ്, അത് ഞാൻ നോമ്പ് നോറ്റ് വീട്ടത് ശഅബാൻ മാസത്തിലാണ്, അതുവരെ നമുക്ക് നോറ്റ് വീട്ടാൻ സാധ്യമാകുമായിരുന്നില്ല. അത് അവർക്കൊരു ഉദ്റാണ്. കാരണം അത് എന്തെന്ന് ചെന്നെങ്കിൽ വദാലിക ലിമകാനി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നി പെഞ്ഞായി എന്ന ആ സ്ഥാനം വഹിക്കുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പത്നി എന്ന ഒരു സ്ഥാനം വഹിക്കുന്നത് കൊണ്ട് എനിക്ക് പല വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ ശുഗലുകൾ ഉണ്ടാകും. റസൂലുള്ളാഹിയുടെ കൂടെ നിനക്ക് പല യാത്രകളും ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചില പ്രതിബന്ധങ്ങളൊക്കെ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഖളാ ആയിപ്പോയ നോമ്പ് ഞാൻ പിന്നീട് വരുന്ന ശഅബാനിൽ ഞാൻ വീട്ടാറുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചൊല്ലുന്നു. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹ ശഅബാൻ വരെ പിന്തിച്ചത് കൊണ്ട്, അങ്ങനെ പിന്തിക്കുന്നത് കൊണ്ട് ജായിസാണ്, അത് അനുവദനീയമാണ്, തെറ്റായ കാര്യമല്ല. അതേ അവസരത്തിൽ ഖളാ ആയിപ്പോയ നോമ്പ് എത്രയും വേഗത്തിൽ നോറ്റുവീട്ടൽ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്, പുണ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി ഒരാൾ, അയാൾക്ക് നഷ്ടപ്പെട്ടു പോയ ഖളാ ആയിപ്പോയ നോമ്പ് റമദാനിൻ്റെ മുന്നേ അയാൾ നോറ്റ് വീട്ടിയില്ല, ഖളായി തന്നെ ബാക്കിയുണ്ട്. കഴിഞ്ഞ റമദാനിൻ്റെ നോമ്പ് അയാൾ ഖളാ വീട്ടിയില്ല, അതങ്ങനെ തന്നെ ബാക്കിയുണ്ട്, അയാൾക്ക് വീട്ടാൻ സാധിച്ചില്ല എങ്കിൽ അവിടെ എന്താണ് അതിൻ്റെ വിധി? അതായത് അയാൾക്ക് എന്തെങ്കിലും ന്യായമായ കാരണമുണ്ട് എങ്കിൽ, റീസണുണ്ട്, അയാൾ ആ ഖളാ വീട്ടാതിരിക്കാൻ ന്യായമായ കാരണമുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് രോഗം അയാളത് മാറിയില്ല, അപ്പോൾ അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാൻ സാധിച്ചില്ല, അതൊരു ഉദ്റാണ്, പ്രതിബന്ധമാണ്. അല്ലെങ്കിൽ സ്ത്രീ, അവൾ റമദാനിൽ ഗർഭിണിയായിരുന്നു, അങ്ങനെ റമദാൻ കഴിഞ്ഞ് പിന്നീട് അവൾ പ്രസവിച്ചു, അവൾക്കിങ്ങനെ കുട്ടിക്ക് മുല കൊടുക്കേണ്ടതായി വന്നു, പിന്നെ വീണ്ടും ഒരു പക്ഷേ അവൾ ഗർഭിണിയായി എന്ന് വിചാരിക്കാം. അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഖളാ വീട്ടാൻ പറ്റാതെ വന്നതെങ്കിൽ അവിടെ റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷം നോമ്പ് നോറ്റ് വീട്ടാൻ സാധിക്കുമെങ്കിൽ അത് നോമ്പ് നോറ്റ് വീട്ടലാണ് വേണ്ടത്. അതാണ് അല്ലാഹു തആല ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാം. അങ്ങനെ വിട്ടുപോയ ആ നോമ്പ്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വിട്ടുപോയ നോമ്പ് മറ്റു റമദാനല്ലാത്ത മാസങ്ങളിൽ അത് നോമ്പ് നോറ്റ് വീട്ടേണ്ടതാണ്. ഇതാണ് ആ വിഷയത്തിലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇനി ഒരു കാരണവുമില്ലാതെയാണ് ഒരാൾ പിന്തിച്ചതെങ്കിൽ, ഒരു സ്ത്രീയോ പുരുഷനോ ഒരു കാരണവുമില്ലാതെ ഉദാസീനനായി പിന്നീടുള്ള റമദാൻ വരുന്നത് വരെ അയാൾ നോമ്പ് നോറ്റ് വീട്ടില്ല എങ്കിൽ അതിൻ്റെ വിധി എന്താണ്? അയാൾ അല്ലെങ്കിൽ അവൾ ആ നോമ്പ് നോറ്റ് വീട്ടുന്നതിൻ്റെ കൂടെ ഫിദിയ നൽകണം എന്നാണ്. ഒരു പാവപ്പെട്ട ഒരു ബടവനുക്ക്, ഒരു മിസ്കീനുക്ക് ഫിദിയ നൽകണം ആ നോമ്പ് നോറ്റുന്നതിൻ്റെ കൂടെ എന്നതാണ് വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം അഹ്മദ് ഇബ്നു റഹിമഹുല്ല തുടങ്ങി പ്രഗത്ഭരായ പണ്ഡിതന്മാർ അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. കാരണം സഹാബത്തുൽ കിറാമിൻ്റെ ഫത്വകൾ ആ വിഷയത്തിൽ അപ്രകാരമായിരുന്നു. ഒരു കാരണവുമില്ലാതെയാണ് നോമ്പ് വീട്ടാതിരുന്നതെങ്കിൽ അയാൾ പിന്നീട് നോമ്പ് വീട്ടുന്നതിൻ്റെ കൂടെ
നോമ്പ് ഖളാ വീട്ടുന്നതിന് ഒട്ടിಗೆ അയാൾ എന്ത് ചെയ്യണം? ഒരു മിസ്കീനുക്ക് ഫിദിയ കൊടുക്കണം എന്നതാണ്. പക്ഷേ ചെറിയ ഒരു വിഭാഗം ഫിദിയ കൊടുക്കേണ്ടതില്ല, നോമ്പ് ഖളാ വീട്ടിയാൽ മാത്രം മതി എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഇത് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമായിട്ട് ഫിദിയ കൊടുക്കണമെന്നുള്ളത്. എന്നാൽ ഫിദിയ കൊടുക്കേണ്ടത് അത് എത്രയാണ്? ഇത് സാധാരണ ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഫിദിയ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പകരമായി, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി, ഒരു ചോയ്സായി അല്ലാഹു തആല നൽകിയ ചില വിഭാഗമുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ കാണാം, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ ഫമൻ തതവഅ ഖൈറാ ഫഹുവ ഖൈറുൽ ലഹു വഅൻ തസൂമു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എന്നെങ്കിൽ അല്ലാഹു തആല ചൊല്ലുന്നത് വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ, നോമ്പ് വളരെ പ്രയാസത്തോടു കൂടി മാത്രം നോമ്പ് നോൽക്കൊണു കഴിയുന്ന ആളുമാർ എന്നെങ്കിൽ അങ്ങക്ക് വളരെ പ്രയാസമാണ് നോമ്പ് നോൽക്കുക എന്നത്. അങ്ങനെ പ്രയാസത്തോടു കൂടി, വളരെ ഡിഫിക്കൽട്ടിയോടു കൂടി നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ, ഉദാഹരണമായിട്ട് ശാരീരികമായി വളരെ വീക്കായ ആളുമാർ, വളരെ ബലഹീനരായ ആളുമാർ, അല്ലെങ്കിൽ എപ്പോഴും രോഗികളായ നിത്യരോഗികൾ, അല്ലെങ്കിൽ പ്രായം ചെന്ന വയോവൃദ്ധരായിട്ടിക്കരെ വൃദ്ധാപ്പയുടെ അവസ്ഥയിൽ മുതുമുതുക്കന്മാർ, മുതുമുതുക്കികളായിട്ടിക്കരെ ആ അവസ്ഥയിലേക്ക് എത്തിയ ആളുമാർ, അവർക്ക് നോമ്പിനെ ഒഴിവാക്കാം. ഇസ്ലാം നൽകിയ ഇളവാണ്. അങ്ങക്ക് എന്താക്കാം? നോമ്പ് നോൽക്കേണ്ടതില്ല. വളരെ പ്രയാസപ്പെട്ട് അല്ലെ പ്രായം ചെന്ന ഉമ്മമാർ, പ്രായം ചെന്ന അബ്ബന്മാർ, 80, 85, 90 വയസ്സൊക്കെ എത്തിയ ഉമ്മമാർ, അവർക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല. വളരെ പ്രയാസത്തിൽ നോമ്പ് നോൽക്കേണ്ടതില്ല. വളരെ എളുപ്പത്തിൽ അവർക്ക് നോമ്പ് നോൽക്കാൻ പറ്റുന്നെങ്കിൽ ഓക്കെ, അല്ല എങ്കിൽ പ്രയാസത്തിൽ അങ്ങ് നോമ്പ് നോൽക്കേണ്ടതില്ല. അല്ലാഹു തആല ചൊല്ലുന്നു, അവർക്ക് എന്താക്കാം? ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു മിസ്കീനുകുള്ള ഭക്ഷണം, ഒരു പാവപ്പെട്ട ഒരു ബടവനുകുള്ള ഒരു മിസ്കീനുള്ള ഭക്ഷണം അവർ അതിക്ക് പ്രായശ്ചിത്തമായിട്ട് അവർ നൽകണം, അതിക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവർ നൽകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചൊല്ലുന്നു. അപ്പോൾ ആ ഫിദിയ നൽകേണ്ടത് അത് എത്രയാണ്? അത് പകുതി സാ ആണ് നൽകേണ്ടത്. അൻ കുല്ലി യൗമിൻ നിസ്ഫു സാ, നിസ്ഫു സാ ആണ് ഓരോ ദിവസത്തും. നിസ്ഫു സാ ചെന്നെങ്കിൽ ഏകദേശം 1.5 കിലോ ഭക്ഷ്യസാധന ധാന്യമാണ് നൽകേണ്ടത്. ഇപ്പോൾ ഒരാൾക്ക് 10 നോമ്പ് ഉദാഹരണമായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ 10 നോമ്പുക്ക് നിസ്ഫു സാഴ്, പകുതി സാഴ്, 1.5 കിലോ, 15 കിലോ എന്താണോ റായത്തെ മുഖ്യ ഭക്ഷണം, പ്രധാനമായ ഭക്ഷണ സാധനം, അരിയാണെങ്കിൽ അരി, ഗോതിയാണെങ്കിൽ ഗോതി, ചോളമാണെങ്കിൽ ബാർലി ആണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഈത്തപ്പളമോ ഏതാണ് മുഖ്യ ഭക്ഷണമായിട്ടുള്ളത്, അത് 1.5 കിലോ നൽകണം എന്നാണ്. ഇനി ആ മിസ്കിന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്താൽ അതും മതിയാകുന്നതാണ്. മനസ്സിലായില്ലേ? അതും മതിയാകുന്നതാണ്. 10 നോമ്പിന് പകരം 10 മിസ്കിന്മാരെ കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുത്താലും മതിയാകുന്നതാണ്. ഇനി അതല്ല, അവരുടെ വീട്ടിലേക്ക് ഭക്ഷണ സാധനം എത്തിച്ചാലും മതിയാകുന്നതാണ്. അതിപ്പോൾ ഈ 1.5 കിലോ എന്ന് പറഞ്ഞത് അതത്ര കൊടുക്കേണ്ടതാണ്. ഇനി ഒരാൾ അധികമായി കൊടുത്താലോ ചെമ്മയായാലോ നല്ലതാണ്. അതാണ് അല്ലാഹു തആല അതിനെ ഉടനെ ചൊല്ലുന്നത്, ഫമൻ തതവഅ ഖൈറാ ഫഹുവ ഖൈറുൽ ലഹു. ഇനി ആരെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം സൽക്കർമ്മം ചെമ്മ ചെയ്താൽ 1.5 കിലോ, അത് 2 കിലോ ഒരാൾ കൊടുത്തു, 3 കിലോ തന്നെ കൊടുത്തു ഒരാൾക്ക് പകരമായി, അല്ലെങ്കിൽ ഒരാൾക്ക്
ഒരു 10 നോമ്പ് അല്ലെങ്കിൽ ഒരു 15 നോമ്പ് ഇട്ടതൊക്കെ 15 മിസ്കീനല്ല 20 മിസ്കീൻ അയാൾ കൊടുക്കുന്നുണ്ടായെങ്കിൽ അല്ലാഹു തആല ചൊല്ലുറു ഫഹുവ ഖൈറുല്ലഹു, അതവണക്ക് ഏറ്റവും ഖൈറായിട്ടിക്കറ്, അത് നല്ലതാണ് എന്നിട്ട് അല്ലാഹു തആല ചൊല്ലുറതൊക്കെ ചെമ്മ പുണ്യമുണ്ട് ഉണ്ട്. ഇതൊക്കെ ഈ നോമ്പുമായിട്ട് നോമ്പ് വന്നാലൊക്കെ ചിലരൊക്കെ കേൾക്കുന്ന ചോദ്യമാണ് ഫിദിയയെ പറ്റിയും മറ്റുമെല്ലാം തന്നെ. പിന്നീട് നാം പറഞ്ഞിരിക്കേണ്ടത് ഈ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസായിട്ടിക്കർ പലരും കൺഫ്യൂഷനിലായി പോകുന്ന ഒരു ഹദീസാണ്. എന്താണ് ആ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുറു ഇദൻ തസഫ ശഅബാൻ ഫലാ തസൂമു ഹത്താ യകൂന റമളാൻ. റമളാൻ പകുതിയായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് പിടിക്കണ്ട, നിങ്ങൾ നോമ്പ് നോൽക്കരുത് റമളാൻ വരുന്നത് വരെ. ഒരു ഹദീസാണ്. ഇത് പലരും മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്, മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ മാസത്തിലൊക്കെ, ഈ മാസവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ ഹദീസ് ചിലരൊക്കെ ഇതിനെപ്പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ വിശദീകരിക്കുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്? ഇദൻ തസഫ ശഅബാൻ ഫലാ തസൂമു ഹത്താ യകൂന റമളാൻ. ഹദീസ് സഹീഹായി വന്നതാണ്. തുർമുദിയിലും നസായിയിലും ഇബ്നു മാജയുമൊക്കെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ ഹദീസ് സഹീഹാണ് ചൊന്നുറു. അപ്പോൾ ശഅബാൻ പകുതിയായാൽ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസ്. ശഅബാൻ 15 പിന്നെ നോമ്പ് നോൽക്കരുത് ഉണ്ട്. എന്താണ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് ചൊന്നെങ്കിൽ, ശഅബാനിൽ തീരെ നോമ്പ് നോൽക്കാത്ത മനുഷ്യൻ, ഇപ്പോൾ ശഅബാൻ മാസത്തിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നോമ്പുകൾ ധാരാളമായി ചെമ്മയായി നോറ്റും. ഇനി ശഅബാനിൽ തീരെ നോമ്പ് നോൽക്കാത്ത മനുഷ്യൻ ശഅബാൻ 15 പിന്നെ അവൻ നോമ്പ് നോൽക്കരുത് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്നല്ലാതെ 15 മുന്നേ നോമ്പ് നോറ്റതായിട്ട് ഇക്കര മനുഷ്യൻ അവനക്ക് ശഅബാൻ 15 പിന്നെയും നോമ്പ് നോൽക്കാം. സുന്നത്തായ നോമ്പ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കാം, വ്യാഴാഴ്ച നോമ്പ് നോക്കാം. അതേപോലെ മറ്റൊരു കാര്യം ഇവിടെ ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്, ചില ആളുകൾ ശഅബാൻ 15 ഷബ്ബേ ബറാഅത്ത് ഉണ്ട് ചൊന്ത്, ലൈലത്തുൽ ബറാഅത്ത് ജാവുണ്ട് ചൊന്തൊരു നോമ്പ് അണ്ട് മാത്രം നോക്കരുത്. ആ ഒരു നാളേക്ക് മനസ്സിലാക്കണം, ഷബ്ബേ ബറാഅത്ത് രാത്രി ഉണ്ട് ചൊന്തു, ശഅബാൻ 15 മാത്രം അങ്ങ് നോമ്പ് നോൽക്കുവാറ്. അതിന് മുന്നൊന്നും നോമ്പ് നോൽക്കൂല. അങ്ങനെ കുറച്ച് ആൾമാരുള്ളാർ, കുറച്ചല്ല ചെമ്മ ആൾമാരുള്ളാർ. അങ്ങനെ ഒരു നോമ്പില്ല കൂട്ടരെ, അത് ബിദ്അത്താണ്. അത് മനസ്സിലാക്കണം. ബറാഅത്ത് രാത്രിയുടെ നോമ്പ്, ബറാഅത്ത് രാത്രിയുടെ ഇബാദത്ത്, ബറാഅത്തിൻ്റെ പകൽ എന്ന് പറഞ്ഞും കൊണ്ടുള്ള നോമ്പ് അത് ബിദ്അത്താണ്. എന്നാൽ ശഅബാനിൽ ചെമ്മ നോമ്പ് നോൽക്കരുതായിട്ടിരിക്കുന്ന ആളുമാർ അങ്ങ് 13 നോമ്പ് നോൽക്കാറ്, 14 നോമ്പ് നോൽക്കാറ്, 15 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. അതെങ്ങനെയാണ്? 13, 14, 15 എന്ന നിലക്കുള്ള നോമ്പാണ്. എന്നല്ലാതെ ബറാഅത്ത് രാത്രിയുണ്ട് ചൊന്ത്. കാരണം അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ആ ഒരു ചിന്താഗതി, ബറാഅത്ത് രാത്രി എന്നിട്ട് ബറാഅത്ത് രാത്രിയുണ്ട് ചൊന്തു, ആ രാത്രിക്ക് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയുണ്ട് ചൊന്തുള്ള പുണ്യമെല്ലാം കൊടുക്കരുത്. ഇതൊരിക്കലും ഇസ്ലാമിക വീഴ്ച കാഴ്ചപ്പാടൊക്കെ വളരെ നിരക്കാത്ത കാര്യമാണ്. ഖദ്റിൻ്റെ രാത്രി അത് റമളാൻ മാസത്തിലാണ്. ആ ശ്രേഷ്ഠതയാണ് ഈ ശഅബാൻ 15 ഷബ്ബേ ബറാഅത്തിന് ചൊന്തങ്ങ് കൊടുക്കരുത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് ബിദ്അത്താണ്. അങ്ങനെ ഒരു പ്രത്യേക നോമ്പ്, അങ്ങനെ ഒരു പ്രത്യേക ഇബാദത്ത് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ശഅബാൻ 15 പിന്നെ നോമ്പ് നോൽക്കരുത് എന്ന് ചൊന്നെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്തിരെ? ശഅബാൻ 15 മുമ്പ് തീരെ നോൽക്കാതെ പിന്നെ ശഅബാൻ 15 കഴിഞ്ഞിട്ട് നോമ്പ് നോൽക്കരുത്, അതായിട്ടിക്കരുത്. എന്നല്ലാതെ ഒരാൾക്ക് ഖളാ വീട്ടോണ്ട് കൊണ്ട് നോമ്പ്, ഒരാൾക്ക് ഖളാ വീട്ടോണ്ട് കൊണ്ട് നോമ്പ്, അല്ലെങ്കിൽ നോമ്പ് നേർച്ചയാക്കിയത്, അവർക്കൊക്കെ എന്താക്കാം? ശഅബാൻ 15 പിന്നെയും അങ്ങക്ക് നോമ്പ് നോൽക്കാം. അതിൽ യാതൊരു കുഴപ്പവുമില്ല, വിരോധവുമില്ല. അതേ അവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ റമളാനിലെ ഒരു നാൾ മുന്നോളൂ അല്ലെങ്കിൽ 2 നാൾ മുന്നോളൂ നിങ്ങൾ നോമ്പ് നോൽക്കരുത് എന്നുണ്ട്. കാരണം സംശയത്തിൻ്റെ നാളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, ലാ തഖദ്ദമു റമളാൻ ബിസൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ റജുലൻ കാന യസൂമു സൗമ ഫലസും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്തു, റമളാനിലെ ഒരു നാൾ മുന്നോളൂ,
അത് തീറ. ആർക്ക് തീറ? മുന്നേ നോറ്റോടിக்கிறങ്ങൾക്കല്ല. ഇപ്പോൾ ഒരാൾ തിങ്കളാഴ്ച നോമ്പ് നോക്കുന്ന ആളാണ്, വ്യാഴാഴ്ച 2 നോമ്പ് നോൽക്കുന്ന ആളാണ്. റമദാനിൻ്റെ ഒരുനാൾ മുന്നോളും ഒരു വ്യാഴാഴ്ച ബന്ത് അയാൾക്ക് നോമ്പ് നോൽക്കാൻ സുന്നത്താണ്. കാരണം അയാൾ മുന്നോളും വ്യാഴാഴ്ച നോമ്പ് നോക്കുന്ന ആൾ. ഇനി റമദാനിൻ്റെ ഒരുനാൾ മുന്നോളും അത് തിങ്കളാഴ്ച ആയിട്ട് ബന്ത് അയാൾ തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്ന ആളാണ്, അയാൾക്ക് നോമ്പ് നോൽക്കാം. കാരണം അയാൾ തിങ്കളാഴ്ച എപ്പോഴും നോമ്പ് നോൽക്കുന്ന ആളാണ്. ഇനി തീരെ നോമ്പ് നോൽക്കാത്ത ആളുമാരെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ ചൊന്നത്, റമദാനിലെ ഒരു നാൾ മുന്നോളൂ 2 നാൾ മുന്നോളൂ. കാരണം അത് സംശയത്തിൻ്റെ ഡൗട്ടിൻ്റെ നാളായിട്ടിക്കറ്. ചില ആളുമാറിയുണ്ട് നോമ്പാകണക്ക് സാധ്യത ഉണ്ടോട്ട് ചൊന്തു പിടിക്കിറങ്ങോ, അത് തീറ. അങ്ങനെ ഒരു സംശയം ഇസ്ലാമിൽ, സംശയത്തോടു കൂടിയുള്ള ഒരു ഇബാദത്ത് ഇസ്ലാമിലില്ല. ഇതൊക്കെ റമദാനുമായി നാം റമദാൻ അഭിമുഖീകരിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കർമ്മശാസ്ത്ര, ചില ഫിഖ്ഹി മസലകളായിട്ടിക്കർ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളായിട്ടിക്കർ ഇവിടെ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യത്തിൻ്റെ പൂക്കാലമായ റമദാനിനെ അർഹിക്കുന്ന നിലക്ക് അള്ളാഹു പൊരുത്തപ്പെടുന്ന അമലുകൾ ചെയ്തും കൊണ്ട് അതിനെ സ്വീകരിക്കണോ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വഅഹ്ലി ബൈത്തിഹി وأصحابي ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായിട്ട് അനുഗ്രഹീതമായ റമദാനിലെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായി, അതിനെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി നാം ഒരുങ്ങിയിരിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് വിട്ടുപോയ നോമ്പിനെപ്പറ്റി നോറ്റ് വീട്ടണം എന്നതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നാം പറഞ്ഞത്. അതേപോലെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നോക്കറു, റമദാൻ പുണ്യമായ മാസം, അതിൽ കടന്നു പോകര ഓരോ ദിവസങ്ങളുണ്ടല്ല, ഓരോ മണിക്കൂറുകളുണ്ടല്ല, അതിലെ ഓരോ നിമിഷവും സെക്കൻഡ് പോലും വിലമതിക്കാനാകാത്തതാണ്. അത്രമാത്രം അനുഗ്രഹങ്ങളും അത്രമാത്രം ഫളായിലുകളുമൊക്കെയാണ്, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെയാണ് ആ റമദാനിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. അത് നഷ്ടമാകുന്ന നിലക്കുള്ള ഒരു കാര്യവും നമ്മുടെ ആരുടെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല. പലരും നമുക്ക് കാണാം, റമദാൻ മാസമായി കഴിഞ്ഞാൽ അവർ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ആക്കുന്നതിന് വേണ്ടി ഇങ്ങനെ മാർക്കറ്റിലൂടെ നടക്കുന്നുണ്ട്. റമദാൻ ആയതിൻ്റെ ശേഷമാണ്. റമദാനിൻ്റെ മുന്നങ്ങൾക്കെല്ലാം ചെയ്തു തീർക്കൊടുക്കാവും, പക്ഷെ ചെയ്യുന്നില്ല. വസ്ത്രങ്ങൾ വാങ്ങുന്നതും മറ്റു പർച്ചേസിംഗ് എല്ലാം തന്നെ റമദാനായി കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. പ്രത്യേകിച്ചും അവസാനത്തെ 10-ലാണ്. ഒന്ന് റോഡുകളിലൂടെ നോക്കിയാൽ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ മഹത്തായ കൾച്ചറ്, സംസ്കാരത്തിന് എതിരാണ്. മുമ്പ് എത്രയോ അവസരങ്ങളുണ്ട്, ഇപ്പം ഇനിയുണ്ട്. 10-20 ദിവസം ഇനിയുണ്ട്. വാങ്ങിക്കൂട്ടേണ്ട സാധനങ്ങൾ, വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് വാങ്ങിക്കൂട്ടി. റമദാൻ മാസം ആയതിൻ്റെ ശേഷം മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോയി അവർ അതിലിങ്ങനെ വ്യാപൃതരാകുന്നു. പലഹാരങ്ങൾ വാങ്ങുക, ഭക്ഷണ സാധനങ്ങൾ, അതും ഇതും വാങ്ങാൻ വേണ്ടി. തിന്നാനുള്ളതല്ലല്ലോ റമദാൻ മാസം. പ്രിയമുള്ളവരെ, നമ്മൾ അല്ലാഹു തആല റമദാൻ തന്നത് തന്നെ അതിലൊരുപാട് ആരോഗ്യപരമായ വശങ്ങളുണ്ടെന്ന് നാം മനസ്സിലാക്കണം. തിന്നത് കൺട്രോളാക്കാൻ വേണ്ടിയാണ്. ഇത് തിന്നാനുള്ള സാധനങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടി ഇങ്ങനെ മാർക്കറ്റുകളിലൂടെ നടക്കുന്നവർ, അങ്ങനെ അവിടെ ഇവിടെ കാണുന്ന ആ കടകളിലും ഹോട്ടലുകളിലൊക്കെ പോയി ഇങ്ങനെ വാരിക്കോരി തിന്നുന്ന ആളുമാർ ഇസ്ലാമിൻ്റെ വേഷത്തിലുള്ളത് കൊണ്ടാണ് ഒരുപാട് ആളുകൾ നാം കാണുന്നു.
അങ്ങനെയുള്ള ഒന്നും നമ്മുടെ ഭാഗത്തുണ്ടായി പോകാൻ പാടില്ല. സാധനങ്ങളൊക്കെ അത്യാവശ്യമായി വാങ്ങാനുള്ളവർക്ക് അത് വേറെ കാര്യം, അല്ലാത്തവർക്കൊക്കെ മുമ്പ് തന്നെ അതെല്ലാം വാങ്ങിക്കൂട്ടണം. മനസ്സിലാക്കണം ഇത്. പ്രത്യേകിച്ച് റമദാൻ്റെ അവസാനത്തെ 10 ഒരിക്കലും നമ്മുടെ സമയങ്ങൾ മാർക്കറ്റിൽ പോയി ഇങ്ങനെ കടകളിലും ഷോപ്പുകളിൽ പോയി അലഞ്ഞു തിരിയുന്ന ഒരവസ്ഥ ഉണ്ടായിപ്പോകരുത്. അത് വലിയ നഷ്ടമാണ് ഉണ്ടാവുക. ഈ റമദാൻ നമുക്ക് എതിരായി സാക്ഷി നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഓരോ ആണും പെണ്ണും നല്ല പോലെ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ധാരാളം സമയമുണ്ട്. പർച്ചേസ് വാങ്ങുന്നവർ, എന്തെങ്കിലും ആവശ്യമായ കാര്യങ്ങൾ, അതൊക്കെ റമദാനിൻ്റെ മുമ്പ് എല്ലാം ചെയ്തു തീർത്തിട്ട് റമദാൻ മാസത്തിൽ ഇബാദത്തിനായി നാം ഒരുങ്ങണം. ഖുർആൻ പാരായണത്തിനും സിക്റിനും തസ്ബീഹിനും രാത്രി നമസ്കാരം, ഇതിൽ മാത്രം ശ്രദ്ധ ചെലുത്തണം. അതേപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ അർഹരായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടത്തിലൊക്കെ സക്കാത്ത് കൊടുക്കാൻ ബിസിനസ്മാൻ, ഒരുപാട് കച്ചവടക്കാരെല്ലാം ഉണ്ട്. അവരൊക്കെ, ചില ആളുകളൊക്കെ റമദാൻ മാസത്തിലേക്കൊക്കെ സക്കാത്തിനെ നീട്ടിവെക്കുന്നവരുണ്ട്. തെറ്റായ കാര്യമല്ല, തെറ്റല്ല. റമദാൻ മാസത്തിലേക്ക് കുറച്ച് മുമ്പ് തന്നെ നീട്ടിവെക്കും, തെറ്റായ കാര്യമല്ല. സഹാബത്തുൽ കിറാം അങ്ങനെ ചെയ്തിരുന്നു. റമദാൻ മാസത്തിൻ്റെ ആ പോരിശയും അതിൻ്റെ പുണ്യവുമെല്ലാം കണക്കാക്കി റമദാൻ മാസത്തിലേക്ക് അവർ മുൻകൂട്ടി നീക്കി വെച്ചിരുന്നു. തെറ്റായ കാര്യമല്ല. അങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ആളുമാർ, ബിസിനസ്സൊക്കെ അതിൻ്റെ കണക്ക്, അതിൻ്റെ നിക്ഷേപമുള്ളവർ, അതിൻ്റെ സ്റ്റോക്ക്, അതിൻ്റെ കണക്കെല്ലാം മുന്നേ തന്നെ അവരെല്ലാം റെഡിയാക്കി വെക്കണം. റമദാൻ മാസം വന്നതിൻ്റെ ശേഷമല്ല. അവർക്ക് മുമ്പ് അതിൻ്റെ എല്ലാം കണക്കുകളൊക്കെ തയ്യാറാക്കി, എന്നിട്ട് റമദാൻ മാസം വരുമ്പോൾ അവർക്ക് ആ സക്കാത്ത് അങ്ങ് കൊടുത്താൽ മതി, ആ കണക്കാക്കിയതനുസരിച്ച്. ഇത്തരെല്ലാം കാര്യങ്ങളൊക്കെ നാം പ്രധാനമായി റമദാനിൻ്റെ മുന്നോടിയായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റബ്ബു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ അത് പൂർണ്ണമായ നിലക്ക് സ്വാഗതം ചെയ്യണം. ആ റമദാൻ മാസം ലഭിക്കണം. ആ റമദാൻ മാസത്തിൽ നോമ്പും അതുപോലെ തന്നെ ഖിയാമുല്ലയിലും മറ്റു ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കണോ റബ്ബു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഉണ്ട് നമ്മുടെ പള്ളിയുടെ കളക്ഷനായി ടിക്കർ എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണം. അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൻ്റെ ആ നല്ല നിലക്കുള്ള മുന്നോട്ട് കൊണ്ടുപോകണോ അള്ളാഹുവിൻ്റെ സഹായവും അതുപോലെ തന്നെ പിന്നീട് നിങ്ങളുടെ ഈ ഉദാത്തമായതായിട്ടിരിക്കുന്ന സംഭാവനയുമാണ്. ഇതെല്ലാം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നല്ലപോലെ ഓരോരുത്തരും സംഭാവന ചെയ്യണം പള്ളിക്ക്. പിന്നെ ദ്വാരക്കണക്ക് വേണ്ടി കുറേ ആൾ പറഞ്ഞിട്ടുണ്ട്, ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗൾഫിൽ നിന്ന് ഒരാൾ വോയിസിലൂടെ നിനക്ക് നിയാസ് ഉണ്ടാണ് അയാളുടെ പേര്. അയാളുടെ ഉമ്മ ക്യാൻസർ ബാധിച്ച് വളരെ കീമിയോതെറാപ്പിക്കെല്ലാം വിധേയമായി വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണുണ്ട് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല. ആ വ്യക്തിയുടെ ഉമ്മായുടെ രോഗം എത്രയും വേഗത്തിൽ എളുപ്പത്തിലായ നിലക്ക് അള്ളാഹു പൂർണ്ണമായ നിലക്ക് ആ ക്യാൻസർ രോഗം സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ താഴത്തിലായി മക്കളുടെ കണ്ണിന് കുളിർമയാകുന്ന നിലക്ക് കുറേ കാലം അള്ളാഹുവിൻ്റെ താഴത്തിലായി ആരോഗ്യത്തോടെ ഇനിയും ജീവിക്കണകോ അള്ളാഹു തആല ഉമ്മാക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളുടെ കൂട്ടത്തിലൊക്കെ രോഗികളായ ചെറുതും വലുതുമായ രോഗികളുള്ള എത്രയോ ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് ശിഫ നൽകി ആജിലായ എളുപ്പത്തിലുള്ള വേഗത്തിലുള്ള ശിഫ നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ആഫത്ത് ആഹത്ത് വലാഹു മുസീബത്തുകളിൽ നിന്ന്, എല്ലാവിധ ഷർറുകളിൽ നിന്ന്, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ മരിച്ച ഒരാൾ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ മരിച്ച ആ വ്യക്തിയുടെ ഖബറിനെ അള്ളാഹു തആല സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന സ്ഥാനമാനങ്ങൾ അലങ്കരിച്ചും കൊണ്ട് അവിടെ ജീവിക്കണോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കുമെല്ലാം തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.